നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. CPI മൂവാറ്റുപുഴ മുനിസിപ്പൽ ലോക്കൽ സമ്മേളനത്തോട് അനുബന്ധിച്ച് പൊതുസമ്മേളനവും പ്രകടനവും സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു. CPI മൂവാറ്റുപുഴ മുനിസിപ്പൽ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കിഴക്കേക്കരയിൽ നിന്നാരംഭിച്ച നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ അണിനിരന്ന പ്രകടനം കീച്ചേരിപ്പടി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ മാസത്തിൽ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗറിൽ വെച്ചും സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ചുമാണ് നടക്കുന്നത്. ഈ സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, മതപരമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിൽ ഗുരുതരമായിട്ടുള്ള മനുഷ്യവിരുദ്ധ പ്രക്രിയകളും സംഭവവികാസങ്ങളും സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. കഴിഞ്ഞ ഒരു ദശകമായിട്ട് രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ പ്രത്യയശാസ്ത്രം നെഞ്ചിലേറ്റിക്കൊണ്ട് ഭരിക്കുന്ന ഭരണകൂടമാണ്. രാഷ്ട്രത്തിൻ്റെ സംവത്സരങ്ങളുടെ പഴക്കമുള്ള വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും വ്യത്യസ്ത ദർശനങ്ങളെയുമെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും ഇന്ത്യ രാജ്യത്തിനെ ഏകശിലാരൂപത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റാൻ, ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് RSS എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള മതമൗലികവാദ സംഘടന. ലോകത്തിൽ ഇസ്രായേലി ഗവൺമെന്റിന്റെ മൊസാദ് എന്ന് പറയുന്ന മിലിറ്റന്റ് കമാൻഡോസിന്റെ സംഘടന കഴിഞ്ഞാൽ ഏറ്റവും അധികം സംഘടനശേഷിയുള്ള മതമൗലികവാദ സംഘടന പ്രത്യയശാസ്ത്രം വെച്ച് നടക്കുന്ന സംഘടനയാണ് RSS. സ്വാഗത സംഘം ചെയർമാൻ ജോർജ് വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ, ലോക്കൽ സെക്രട്ടറി KP അലിക്കുഞ്ഞ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CM ഇബ്രാഹിം കരീം, PV രാധാകൃഷ്ണൻ, ബിബിൻ തട്ടാടുത്ത്, KM സൈനിർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.